തേമ്പി തുടയ്ക്കുന്ന കുറേ കൂട്ടരുണ്ട്. അവരോട് പറയാനുള്ള ഞാനൊരു MP മത്സരത്തിനോ ഒരു MLA മത്സരത്തിന് സീറ്റ് കിട്ടാനോ വേണ്ടിയല്ല ഈ RPയുടെ കേരള പ്രസിഡന്റ് സ്ഥാനമെന്ന പദവി കൂടി നാഷണൽ വൈസ് പ്രസിഡന്റിനോടൊപ്പം ഏറ്റെടുത്തത്. ഇവിടുത്തെ മതരാഷ്ട്രമുണ്ടാക്കുന്നവരുടെ രാഷ്ട്രീയം പൊളിക്കാൻ തന്നെയാണ് ഞാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നുസ്രത് ജഹാൻ. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം 21-ാം തീയതി കണ്ണൂരിൽ വെച്ച് സംസ്ഥാന കൺവെൻഷനിൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡൻറ്റുമായ മന്ത്രി ശ്രീ രാംദാസ് അത്തേവാല എനിക്ക് കേരളത്തിൻ്റെ ചാർജും കൂടി അഡീഷണൽ കേരള പ്രസിഡൻറ്റ് ഫോർ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ബേസ്ഡ് ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇവിടെയും വന്നു പോയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ വന്ന് തേമ്പി തുടയ്ക്കുന്ന കുറേ കൂട്ടരുണ്ട്. അവരോട് പറയാനുള്ള ഞാനൊരു MP മത്സരത്തിനോ ഒരു MLA മത്സരത്തിന് സീറ്റ് കിട്ടാനോ വേണ്ടിയല്ല ഈ RPയുടെ കേരള പ്രസിഡന്റ് സ്ഥാനമെന്ന പദവി കൂടി നാഷണൽ വൈസ് പ്രസിഡന്റിനോടൊപ്പം ഏറ്റെടുത്തത്. ഇവിടുത്തെ മതരാഷ്ട്രമുണ്ടാക്കുന്നവരുടെ രാഷ്ട്രീയം പൊളിക്കാൻ തന്നെയാണ് ഞാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. ഡൽഹിയിൽ ഇരുന്നും പണിയെടുക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ രാജ്യം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ പറയുമ്പോൾ കാശ്മീരിൻ്റെ 370 ആർട്ടിക്കിൾ പൊളിച്ചു കളഞ്ഞപ്പോൾ നമ്മൾ കണ്ട തേങ്ങലുണ്ട്. കേരളത്തിന് മാത്രം ഉണ്ടായ കുറേ വേദനകൾ, CA, NRC, മുത്തലാഖ് ഇതെല്ലാം വന്നപ്പോൾ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് കണ്ടുവന്നിരിക്കുന്ന കേരള രാഷ്ട്രീയം ഇത് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്ന മൗദൂദികൾ വഹാബികളെയും കൂട്ടുപിടിച്ച് വോട്ട് തേടുന്ന UDF ലീഗ് കൂട്ടുകെട്ടിൻ്റെ അവിഹിത ബന്ധം തന്നെ വേണം അവരെ പറയാം. ആ അവിഹിത ബന്ധം തകർക്കാൻ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിലും കേരള പ്രസിഡന്റ് എന്ന നിലയിലും ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞാൻ പ്രവർത്തിക്കുക. ഒരിക്കൽ പോലും ഇവിടെ മതരാഷ്ട്രം ഉണ്ടായിക്കൂടാ. കാരണം നമ്മൾ അനുഭവിക്കും. കാശ്മീരിൽ നടന്ന് നമുക്കറിയാം. ഇറാനിൽ ഇപ്പം നടക്കുന്നവിടെ മതരാഷ്ട്രം കൊണ്ടുവന്ന സ്ഥലങ്ങളിലെല്ലാം എന്തായി പെൺകുട്ടികൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് കറുത്ത ചാക്ക് വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടു. ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടാക്കേണ്ടത്. അതുപോലെ നമ്മുടെയൊന്നും കുട്ടിക്കാലത്ത് നമ്മൾ പർദ്ദയിട്ടവരെ ഒന്നും കണ്ടിട്ടില്ല. 10-15 കൊല്ലത്തിന് ഇപ്പുറം വന്ന ഒരു ഇസ്ലാമിക ഭരണം എവിടെ നിന്ന് വന്നു? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? കഴിഞ്ഞ ദിവസവും ഒരു നേതാവ്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവ് പറഞ്ഞ മതരാഷ്ട്രം തന്നെയാണ് വലുത്. മതരാഷ്ട്രമാണ് അവർക്ക് വേണ്ടത്. ഇസ്ലാമിക ഭരണം പൂർണ്ണമായിട്ടെങ്കിൽ അവർക്കൊന്നും സ്വർഗത്ത് പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവിടെയാണ് സ്വർഗം. എൻ്റെ പിൻഗാമികളായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ വരുന്ന ഒരുപാട് യുവജനങ്ങൾ, യങ് ജനറേഷൻ, അവരെ ഞങ്ങൾ പലതിലും ഉൾക്കൊള്ളിച്ച് ഇപ്പോൾ വോളിബോളായാലും ഫുട്ബോളായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒക്കെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുണ്ട്. അതൊക്കെ കേരളത്തിൽ എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താമെന്ന ഒരു പ്ലാനിങ്ങോട് തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കേരളത്തിൽ സ്ഥാനത്തുള്ളത്. മതരാഷ്ട്രം പറയാത്തവർ നാളെ ഇവിടെ അധികാരത്തിലിരിക്കണം. കേരളം നമ്മൾ മതരാഷ്ട്രത്തിന് വിട്ടുകൊടുക്കില്ല. ചാക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്ന പെൺകുട്ടികളെ പുറത്തേക്ക് വരിക, വിദ്യാഭ്യാസവും വിവേകമുള്ള പെൺകുട്ടികൾ ലോകത്തിന് മാതൃകയായി സന്തോഷമായി ഹാപ്പിയായി ഇതാണ് സ്വർഗം, ഇവിടെയാണ് ഫ്രീഡം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു ജനതയെ നയിക്കാൻ തന്നെയാണ് ഞാൻ കേരളത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് പുറപ്പെട്ട് വന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം.